برحمتك يا أرحم الراحمين. ഒരുപാട് മുതഅല്ലിമീങ്ങളും ഒരുപാട് ആലിമീങ്ങളും ഒക്കെ ഇരിക്കുന്ന വളരെ ധന്യമായ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. നമ്മുടെ ഈ ഒരു സംഗമം സ്വർഗത്തിലേക്കുള്ള ഒരു കാൽവെപ്പാണ് എന്ന് ഞാൻ നിങ്ങളെ ആദ്യമായി സൂചിപ്പിക്കുകയാണ്. ഇൽമ പഠിക്കാനും ഇൽമ നുകരാനും വേണ്ടി വീട്ടിൽ നിന്നൊരാൾ ഇൽമ ലക്ഷ്യമാക്കി പുറത്തിറങ്ങിയാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു പാത, സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു വഴി അവന് എളുപ്പമാക്കി കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി നമ്മൾക്ക് എളുപ്പമായിരിക്കുകയാണ്. ഇനി ഇങ്ങനെയുള്ള സദസ്സുകൾ, ഇൽമിന്റെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, അതേപോലെ ദർസുകളും സ്ഥാപനങ്ങളും കോളേജുകളും വഅലുകളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അത് സ്വർഗത്തിലേക്കുള്ള വഴികൾ എളുപ്പമാവാനും സ്വർഗത്തിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാനും ഒരു കാരണമാവുകയാണ്. അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദുൽ ജന്ന, ഇത് സ്വർഗത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു പൂന്തോപ്പാണ്. ലോകത്ത് രണ്ട് സ്വർഗമേ ഉള്ളൂ എന്നാണ്. രണ്ട് സ്വർഗം. ഒന്ന് അത് ഇൽമിന്റെ മജ്ലിസാണ്. രണ്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ഷരീഫിന്റെ ആ അടുത്ത എന്റെ മിമ്പറിന്റെയും എന്റെ മുറിയുടെയും ഇടയിലുള്ള ഭാഗം സ്വർഗത്തിന്റെ ഭാഗമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയുണ്ടായി. ആ സ്വർഗത്തിലേക്ക് അവിടെ പോയി നിസ്കരിക്കുകയും അവിടെ പോയി ദുആ ചെയ്യുകയും ചെയ്ത ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാകും, അല്ലേ? അല്ലാഹു നമ്മൾക്ക് പോയവർക്ക് ഇനിയും പോകുവാനും പോകാത്തവർക്ക് അവിടേക്ക് എത്തിപ്പെടാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തുകൊണ്ടാവണം ആ ഒരു സ്ഥലത്തെ അല്ലാഹു സ്വർഗത്തിന്റെ ഭാഗമാക്കി മാറ്റിയത്? ആലിം, ലോകത്ത് ഒരു പരിപൂർണനായ ഒരു പണ്ഡിതൻ, ഒരു ആലിം എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും കൂടുതൽ നടന്ന സ്ഥലമാണ് തന്റെ റൂമിൽ നിന്ന് മിമ്പറിലേക്ക്. ആ ഇൽമ് വഹിക്കുന്ന ഇൽമ് വാഹകനായ അല്ലാഹുവിന്റെ ഹബീബ് നടന്ന സ്ഥലം അത് സ്വർഗത്തിന്റെ ഭാഗമാണ്. അതേപോലെ ഇൽമ് ചർച്ച ചെയ്യുന്ന സദസ്സും സ്വർഗത്തിന്റെ ഭാഗമാണ്. പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്, ദുനിയാവിന്റെ സ്വർഗം ലഭിക്കാത്ത ആളുകൾക്ക് ആഖിറത്തിലുള്ള സ്വർഗം ലഭിക്കാൻ പ്രയാസമാണെന്ന്. ദുനിയാവിന്റെ സ്വർഗം നമ്മുടെ കൈക്കുമ്പിളിലാണ്. ഒരു ഇൽമിന്റെ സദസ്സ് വരുമ്പോ അവിടേക്ക് പോവാൻ താല്പര്യമില്ലാതെ, അവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ അവിടെ പങ്കെടുക്കാനോ താല്പര്യമില്ലാതെ അകന്നു നിൽക്കുന്ന ആളുകൾ. അപ്പൊ ഈ ഒരു സ്വർഗം കരസ്ഥമാക്കാൻ താല്പര്യമില്ലാതെ ഇത് കരസ്ഥമാക്കാത്ത ആളുകൾക്ക് ആഖിറത്തിലുള്ള സ്വർഗം കരസ്ഥമാക്കാൻ പ്രയാസമായിരിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇവിടെ വന്നൊരുമിച്ച് കൂടിയതും നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതും ഒക്കെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിപ്പിക്കുകയും ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ പഠിക്കുന്നത് ഷേക്സ്പിയറിനെ കുറിച്ചാണ്. ക്യാപിറ്റലിസം പഠിക്കുമ്പോൾ ആഡം സ്മിത്തിനെ കുറിച്ചും, മാർക്സിസം പഠിക്കുമ്പോൾ കാറൽ മാർക്സിനെ കുറിച്ചും, അതേപോലെ പി ബി ഷെല്ലിയുടെ കവിതകൾ, ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ സ്കൂളിൽ ചെന്ന് പഠിക്കുക, അല്ലേ? നമ്മൾ അതിനെ വളരെ സംഭവമായി കാണാൻ ഭൗതിക വിജ്ഞാനങ്ങളെ, ഇൽമിനോടുള്ള താല്പര്യം കുറഞ്ഞു വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വതുഉല്ലിമ ലിഗൈരിദ്ദീൻ, ദീനിന് വേണ്ടിയല്ലാതെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം വരാനുണ്ട്. ആളുകൾ പഠിക്കുന്നത് ഉഖ്റവിയായ പണ്ഡിതന്മാരാവാനല്ല, അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചല്ല പഠിക്കുന്നത്. വതുഉല്ലിമ ലിഗൈരിദ്ദീൻ, ദീനിന് വേണ്ടിയല്ലാതെ പഠിക്കുക, പഠിപ്പിക്കപ്പെടുക. അങ്ങനെ ഒരു കാലം വന്നാൽ ഫർതഖിബൂ ഇൻദ ദാലിക റീഹൻ ഹംറാ, ശക്തമായ തീക്കാറ്റുകൾ പ്രതീക്ഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉപ്പമാര് മക്കളെ പറഞ്ഞേക്കുന്നത് ഇൽമ പഠിക്കാൻ പറഞ്ഞേക്കുന്നുണ്ട് സ്കൂളിലേക്ക്.
മദ്രസയിലേക്ക്, ദീനീ സ്ഥാപനങ്ങളിലേക്ക്, മതഭൗതിക സ്ഥാപനങ്ങളിലേക്കൊക്കെ നമ്മുടെ ഉസ്താദ്, നമ്മുടെ ഉപ്പമാർ മക്കളെ പഠിപ്പിക്കാൻ അയക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം എന്താണ് നമ്മുടെയൊക്കെ താല്പര്യം? എവിടെയെങ്കിലും ഒരു ജോലി വേണം അല്ലെ? അങ്ങനെ ഉദ്ദേശിച്ചിട്ട് അയക്കാം. മോൻ നന്നായി പഠിക്കണേ, നമുക്ക് ഇന്നാലിന്നൊരു ജോലി വേണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഏതെങ്കിലും വാക്കൻസി നോക്കിയിട്ട് മക്കളെ പഠിപ്പിക്കുന്ന ഒരു കാലമാണ്. ദീനിന് വേണ്ടിയല്ലാതെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം വരും. അങ്ങനെ ഒരു കാലം വന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് വിശദീകരിക്കുകയാണ്, അത് അപകടമാണ്. എന്താ അവിടെ പ്രശ്നം? ശക്തമായ തീക്കാറ്റുകൾ നമ്മളിലേക്ക് കടന്നു വരും. ഗുജറാത്തിൽ ഒരു വാർത്ത ഇന്ന് ഞാൻ വായിക്കാനിടയായി. ടാറിട്ട റോഡുകളിലൂടെ പോകുന്ന ടയർ പോലും ടാറിൽ പറ്റിപ്പിടിക്കുകയാണ്. ഷൂ ധരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുടെ ഷൂ പോലും റോഡിൽ പറ്റിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഷൂ ഇല്ലാതെ, ചെരുപ്പില്ലാതെ ടാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കേണ്ട അവസ്ഥ. ടാറ് പോലും കരിഞ്ഞു പോകുന്നു ചൂടിലൂടെ. 35 ഡിഗ്രി ചൂട് എവിടെയുള്ളൂ, പക്ഷേ തീക്കാറ്റുകൾ എവിടേക്ക് കടന്നു വരുന്നുണ്ട്. ശക്തമായ തീക്കാറ്റുകൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഭൂകമ്പങ്ങൾ ഉണ്ടാകും. രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വിഷയമാണല്ലോ ഇത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതൊക്കെ അല്ലാഹു പറയാൻ പറഞ്ഞതാണല്ലോ, സ്വന്തമായിട്ട് പറഞ്ഞതല്ല. അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണിത്. ഭൂകമ്പങ്ങൾ ഉണ്ടാകും, തീക്കാറ്റുകൾ ഉണ്ടാകും. ഭൂമി അതേപോലെ ജീവനോടെ ഭൂമി വിഴുങ്ങിക്കളയാൻ തുടങ്ങും. ഇങ്ങനെ ഒരു കാലം വന്നു കഴിഞ്ഞാൽ അതേപോലെ അള്ളാഹു കോലം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ഒരു മനുഷ്യനെ കല്ലുകളാക്കി മാറ്റിയേക്കാം, മൃഗങ്ങളാക്കി മാറ്റിയേക്കാം, വൃക്ഷങ്ങളാക്കി മാറ്റിയേക്കാം. ആകാശലോകങ്ങളിൽ നിന്ന് ചറൽ കല്ലുകൾ കൊണ്ട് ഭൂമിയിലേക്ക് എറിഞ്ഞ് നശിപ്പിക്കാൻ തുടങ്ങും. എപ്പോഴാണിതൊക്കെ? അതിലൊരു കാരണം പറഞ്ഞത് ദീനിന് വേണ്ടിയല്ലാതെ പഠിപ്പിക്കപ്പെടാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ ആലോചിക്കുക. ഈ വിഷയം പ്രത്യേകിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്വന്തമായി ഒന്ന് വിലയിരുത്തുക. എന്റെ മക്കളെ ഞാൻ എന്തിനാണ് പഠിപ്പിക്കാൻ അയക്കുന്നത്? ഇനി ദർസിലേക്ക് തന്നെ അയക്കാൻ, അല്ലെങ്കിൽ ദീനീ സ്ഥാപനങ്ങൾ, മതബോധിക സ്ഥാപനങ്ങൾ, അതിലേക്ക് പറഞ്ഞേക്കുമ്പോ വരെ ലക്ഷ്യം ഗൾഫാണ്, ലക്ഷ്യം ജോലിയാണ്. അങ്ങനെ ദുനിയാവിന് വേണ്ടി മക്കളെ പഠിപ്പിക്കുന്ന ഒരു കാലം വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. അല്ലാഹു നമ്മൾക്കൊക്കെ ബോധം നൽകട്ടെ. അല്ലാഹു നമ്മുടെ ദീനീ സ്ഥാപനങ്ങളും ദർസുകളും ഒക്കെ ഖിയാമത്ത് നാൾ വരെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൗതികതയുടെ അതിപ്രസരം കൊണ്ട് ദുനിയാവിനെ, ദീനിനെ മറക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ്, ഏറ്റവും ഉത്തമനാരാണ്? മൻ തഅല്ലമൽ ഖുർആൻ, ആരാണ് ഖുർആൻ പഠിക്കുന്നത്, വഅല്ലമഹു, ആരാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഖുർആൻ പഠിപ്പിക്കുന്നവനും ഖുർആൻ പഠിക്കുന്നവനുമാണ് ഏറ്റവും നല്ലവന് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനീ സ്ഥാപനങ്ങളിലേക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ അയക്കണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വേറൊരു ഹദീസ് കാണാം, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി. ഒരു മുഅ്മിൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മരണശേഷം അവൻ ഉപകരിക്കുന്ന ചില അമലുകളുണ്ട്. ഒന്ന് ഇൽമൻ അല്ലമഹു വനശറ, അവൻ പഠിച്ച ഇൽമാണ്, പഠിപ്പിച്ച ഇൽമാണത്. ഇൽമൻ അല്ലമഹു വനശറ, ഇതൊക്കെ പഠിക്കുന്ന സദസ്സാണ്. ഇവിടെ കേട്ടത് നമ്മൾ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കണം. അത് വീട്ടിലുള്ള ഭാര്യയാവാം, വീട്ടിലുള്ള മക്കളാവാം, ചങ്ങാതിമാരാവാം, കുടുംബക്കാരാവാം. അവരോട് നമ്മൾക്കും പഠിപ്പിച്ചു കൊടുക്കാലോ. വെറും ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ കുറിച്ചല്ല, കോളേജിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. ഇൽമൻ അല്ലമഹു വനശറ, നമ്മൾ പഠിക്കാൻ ഇൽമിന്റെ സദസ്സാണിത്. ഇൽമ പഠിക്കാൻ വന്നവരാണ് നമ്മളൊക്കെ. ഈ പഠിക്കുന്ന ഇൽമുകൾ, ഇവിടെ കേൾക്കുന്ന വാലുകൾ നാടുനീളെ നമ്മളും പ്രചരിപ്പിക്കണം. അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മൾ മരിച്ചുപോയാൽ നാളെ ഖബറിലേക്ക് നന്മകൾ അല്ലാഹു വെറുതെ ഓശാരമായി നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.
വവലദൻ സാലിഹൻ തറക, നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഇട്ടേച്ചു പോകുന്ന മക്കൾ സാലിഹീങ്ങളാവണം, ഖുർആൻ ഓതാൻ അറിയുന്നവനാവണം, പഠിച്ചവനാവണം. ഇൽമിന്റെ ഖുർആൻ ഓതുമ്പോൾ മിനിമം അതിന്റെ അർത്ഥമെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മകൻ നമ്മൾക്കുണ്ടോ? പഠിക്കേണ്ട വിഷയമല്ലേ ഇത്? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വയൂലഉ അലാ റഅസിഹി താജുൽ വഖാർ, അവന്റെ ശിരസിൽ അല്ലാഹു ആദരവിന്റെ കിരീടമണിയിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പഠിച്ചവൻ, ഹാഫിലീങ്ങൾ, ഖുർആൻ പഠിപ്പിക്കുന്നവൻ, ഖുർആൻ പഠിച്ച ഹാഫിലീങ്ങൾ അവിടെ തലയിൽ അല്ലാഹു വെക്കുന്നത് ആദരവിന്റെ കിരീടങ്ങളാണ്. അവന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു 2 ആഭരണങ്ങൾ അണിയിപ്പിക്കും. അവന്റെ ഉമ്മയ്ക്കും അവന്റെ ഉപ്പയ്ക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല 2 ആഭരണങ്ങൾ അണിയിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ലാ യഖൂമു ലഹുമാ അഹ്ലുദ് ദുനിയ, ദുനിയാവിൽ ഇതുപോലെയുള്ള ഒരു ആഭരണം കണ്ടിട്ടേയില്ല, ഇതുപോലെയുള്ള ഒരു വസ്ത്രം കണ്ടിട്ടേയില്ല, ഇതുപോലെയുള്ള ഉടയാട കണ്ടിട്ടേയില്ല. മാതാപിതാക്കളെ അല്ലാഹു ആദരിക്കുകയാണ്. ഇൽമു പഠിപ്പിക്കാൻ അയച്ച ഉമ്മമാരെ, ഇൽമു പഠിപ്പിക്കാൻ അയച്ച ഉപ്പമാരെ അല്ലാഹു നാളെ ആദരിക്കുകയാണ്. അപ്പോഴാണ് ആ മാതാപിതാക്കൾ ചോദിക്കുന്നത്, യാ അല്ലാഹ്, അല്ലാഹുവേ, എന്തിനാണ് എനിക്ക് ഈ വസ്ത്രം ധരിച്ചത്? എങ്ങനെയാണ് എനിക്കിത് ലഭിച്ചത്? എന്ത് കാരണത്താലാണ് ഈ വസ്ത്രം എനിക്ക് ലഭിക്കാൻ കാരണം? ഇത് എങ്ങനെയാണ് എനിക്ക് ലഭിക്കാൻ കാരണമായതെന്ന് പറഞ്ഞു തരുമോ? അപ്പോഴാണ് അല്ലാഹു അവരോട് പറയുന്നത്, വെറുതെയല്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ മക്കളെ പഠിപ്പിക്കാൻ അയച്ചത്, ഒരുപാട് അധ്വാനിച്ചിട്ടല്ലേ ദർസിന്റെ സ്ഥാപനങ്ങളിലേക്കും ദീനീ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കാൻ അയച്ചത്. ഉമ്മയ്ക്ക് 1 മാസക്കാലം കാണാനില്ല, ഒരാഴ്ചക്കാലം കാണാനില്ല. സ്കൂളിലാണെങ്കിൽ രാവിലെ 9 മണിക്ക് പറഞ്ഞേച്ചാൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ തിരിച്ചു കാണാമല്ലോ. എല്ലാ കല്യാണത്തിനും കൂടെയുണ്ട്, എല്ലാ ഫംഗ്ഷനും കൂടെയുണ്ട്, എല്ലാ സൗകര്യങ്ങൾക്കും കൂടെയുണ്ട്. പക്ഷേ ഒരു സ്ഥാപനമോ ഒരു ദർസോ ആകുമ്പോൾ ആഴ്ചയിലോ മാസങ്ങളിലോ അല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾ സഹിച്ചത് ദീനിന്റെ പേരിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു അവരോട് പറയുന്നത്, സൗണ്ട് കുറച്ചില്ലല്ലോ, ഇടയ്ക്ക് ഓർക്കുന്നുണ്ടോ? അല്ലാഹു പറയുന്നത്, ഫയുഖാൽ, അവരോട് പറയപ്പെടും, ബിഅഖ്ദി ബലദികുമൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിക്കാൻ തയ്യാറായില്ലേ, ഖുർആൻ പഠിച്ചില്ലേ, അത് കാരണത്താലാണ് നിങ്ങൾക്ക് ഈ കിരീടം ഞാൻ അണിയിച്ചത് എന്ന് മാതാപിതാക്കളോട് അല്ലാഹു പറയുമത്രേ. എന്നിട്ട് മക്കളോട് പറയും, ഇഖ്റ, നീ പഠിച്ച ഖുർആൻ നീ പാരായണം ചെയ്യേ, വസഅദ്, എന്നിട്ട് കയറിക്കോ, ഏതുവരെയാണോ നീ ഓതുന്നത്, എന്നിട്ട് ഉന്നതമായ തട്ടിൽ നീ കയറിക്കോ എന്ന് ഇൽമു പഠിച്ച ഖുർആൻ പഠിച്ച മക്കളോട് അല്ലാഹു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നലിൽ ജന്നതി 100 ദറജ, സ്വർഗ്ഗത്തിന് 100 തട്ടുകളുണ്ടല്ലോ, 100 തട്ടുകളുണ്ട് സ്വർഗ്ഗത്തിന്. 1ാമത്തെ തട്ടിൽ നിന്ന് മുകളിലോട്ട് പോവുകയാണ്. എവിടെയാണ് ഓതിത്തീരുന്നത് അവിടെ വെച്ച് നീ ആ സ്വർഗ്ഗത്തിലേക്ക് കയറിക്കോളൂ എന്ന് മക്കളോട് അല്ലാഹു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. ഉഖ്റവിയായ പണ്ഡിതന്മാരാക്കി ആലിമീങ്ങളാക്കി അല്ലാഹു നമ്മയും മാറ്റുമാറാവട്ടെ. വേറൊരു ഹദീസ് കാണാം. അൻ മുആദ് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസാണിത്. മൻ ഖറഅൽ ഖുർആന വഅമില ബിഹാ, മൻ ഖറഅൽ ഖുർആൻ, ഒരാൾ ഖുർആൻ പഠിച്ചാൽ, വഅമില ബിമാ ഫീഹി, എന്നിട്ട് ഖുർആൻ പഠിച്ചതുപോലെ ജീവിച്ചാൽ, പഠിക്കുന്നത് പോലെ ദീനീ മേഖലകളിൽ ജീവിക്കാൻ തുടങ്ങിയാൽ, ഭൗതികത്തിന്റെ പിന്നാലെ പോവാതെ, ആലിമീങ്ങൾക്ക് വേണ്ടത് ആലിമീങ്ങൾ ചെയ്യാതെ, രാഷ്ട്രീയത്തിന്റെയോ ഭൗതികതയുടെയോ പിന്നാലെ പോകാതെ ദീനീ മേഖലകളിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ജീവിക്കാനോ പഠിച്ചവൻ ജീവിക്കാനോ തയ്യാറായാൽ, ഉൽബിസ വാലിദാഹു താജൻ യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ അവന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു കിരീടമണിയിക്കും. നേരത്തെ പറഞ്ഞ ഹദീസ് എന്താണ്? പഠിച്ച ആ കുട്ടിക്കാണ് അല്ലാഹു കിരീടമണിയിക്കുന്നത്, മാതാപിതാക്കൾക്ക് ഒരു ആഭരണമാണ് അണിയിപ്പിക്കുന്നത് എന്ന. എന്നാൽ ഇവിടെ പറഞ്ഞത് മാതാപിതാക്കൾക്ക് തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ആഭരണം അണിയിക്കുമെന്ന്, ഒരു കിരീടം അണിയിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗഉഹു അഹ്സനു മിൻ ലൗഇ ശംസി ഫീ ബുയൂത്തി ദുനിയ,
സൂര്യന്റെ പ്രകാശത്തെക്കാളും ശോഭയുള്ള ഒരു കിരീടം. നമ്മുടെ സൂര്യൻ എത്ര ശോഭയുണ്ട്, എത്ര പ്രകാശമുണ്ട്, അത് ഉജ്ജ്വലിച്ചു നിൽക്കുകയാണ്. അതിനേക്കാളും പ്രകാശമുള്ള ഒരു കിരീടമാണ് മാതാപിതാക്കൾക്ക് അല്ലാഹു അണിയിപ്പിക്കുന്നത്. എന്നിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നത്, ഫമാ